അൽ-ഹാഫിദ് അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ-അർബഊൻ അൻ-നവവിയ്യ എന്ന 42 ഹദീസുകളുള്ള നവവിയുടെ 40 ഹദീസുകൾ എന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചു വരുന്നത്. 13ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരണത്തോടെ മനസ്സിലാക്കാനുള്ളത്. അൻ അബി ഹംസത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരി അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഇവർ രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണിത്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് സഹോദരങ്ങളെ അബൂ ഹംസ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് അബൂ ഹംസ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു? നബി റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഖാദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഖാദിമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ചെറിയ പ്രായമുള്ളപ്പോഴാണ്, 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് താങ്കൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ മകൻ ചെയ്യുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ആ മകനെ വിട്ടുകൊടുക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഫദ്ലാണ് അദ്ദേഹത്തിന് നൽകിയത്. അഫ്ളലുൽ ഖൽഖായ, അഷ്റഫുൽ ഖൽഖായ, മനുഷ്യരിൽ ഏറ്റവും സൽസ്വഭാവിയായ ഏറ്റവും നല്ല പടപ്പായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട ഖിദ്മത്തുകൾ, സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. വലിയ ശ്രേഷ്ഠത അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരു വിശേഷണമാണ് നബി റഹിമഹുല്ലാഹ് കൊടുത്തത്. ഖാദിം റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖാദിമാണ് എന്നാണ്. റസൂലുള്ളാഹിൻ്റെ ഖാദിമകൾ ഇനിയുമുണ്ട് സഹോദരങ്ങളെ. ആരാണ് റസൂലുള്ളാഹിൻ്റെ ഖാദിമകൾ? അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ ഹദീസുകൾ അത് സംരക്ഷിക്കുകയും അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്ത, അഥവാ അവിടുത്തെ സുന്നത്തുകൾ അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത മഹാന്മാരായ ഇമാമിങ്ങളും മുഹദ്ദിസുകളും യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ഖാദിമുകളാണ്. അവിടുത്തെ സുന്നത്തിനെ സംരക്ഷിച്ച, സേവനം ചെയ്ത ആളുകൾ. അല്ല, അവരുടെ സേവനത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് അയിമ്മത്തുകൾ, ആദ്യകാല അയിമ്മത്തുകൾ, അതുപോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാർ, നമ്മൾ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ പേര് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ നമ്മൾ മുഹദ്ദിസുകളുടെ പേരുകളൊക്കെ കേൾക്കാറുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹിം. എങ്ങനെയായിരുന്നു അവർ ഹദീസുകൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് പോലെ, ഇന്ന് കണ്ടെത്തുന്നത് പോലെ നമ്മുടെ വിരൽ തൊടിയിൽ നമുക്ക് അവരെ ഹദീസുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ലാഘവത്തിലല്ല. അതൊക്കെ ഇന്ന് ആ എളുപ്പമാകാനുള്ള ഒരു കാരണം, ആദ്യ കാലഘട്ടത്തിൽ ഇവരിത് കൃത്യമായി ഓരോ ഹദീസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് താബിഈങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, സഹാബികളുടെ അടുക്കലേക്ക് വന്നിട്ട് ഹദീസ് കേൾക്കുകയാണ്. താബിഈങ്ങളെ കണ്ടവരാണെങ്കിൽ താബിഈങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഹദീസുകൾ കേൾക്കുകയാണ്. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേട്ടവരായ പരമ്പരയിലുള്ളത് ആരാണ് എന്ന് മനസ്സിലാക്കി അവരെ ചെന്ന് കാണുകയും അവരുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുകയും ആ സനദിലുള്ള ഓരോരുത്തരുടെ വിശ്വസ്തത ഉറപ്പുവരുത്തുകയും അങ്ങനെ വളരെ കൃത്യമായിട്ടാണ് ഹദീസുകൾ എന്ത് ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളെ, അത് സമാഹരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും വളരെ വലിയൊരു പഠനമാണ്. ഇതുപോലൊരു പഠനം ഭൗതിക ലോകത്ത് എവിടെയും നടന്നിട്ടില്ല. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹദീസുകളുടെ സനദുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വഹാബികൾ മുതൽ ഇമാം ബുഖാരി ഒരു സനദ് ഉദ്ധരിച്ചിട്ടാണ് ഈ ഹദീസ് പറയുക. നമ്മളിവിടെ സനദുകൾ ഉദ്ധരിക്കാറില്ല. നബി റഹ്മത്തുള്ളാഹി അലൈഹി നേരെ സഹാബിയിൽ നിന്നും ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഹദ്ദസന ഹുമൈദ് അദ്ദേഹത്തിന്റെ ഷെയ്ഖിൽ നിന്നും കേട്ടു, ഖാല ഹദ്ദസന അദ്ദേഹത്തിന്റെ ഷെയ്ഖിൽ നിന്നും കേട്ടു, അദ്ദേഹം പിന്നീട് ഒരു താബിയിൽ നിന്ന്, പിന്നീട് ഒരു സഹാബിയിൽ നിന്ന്, അങ്ങനെയുള്ളൊരു പരമ്പര ഓതിയിട്ടാണ് ആ ഹദീസ് പറയുന്നത്. ഇനി പരമ്പരയിൽപ്പെട്ട ഓരോ വ്യക്തിയെക്കുറിച്ചും പഠിക്കുന്ന ബൃഹത്തായ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഈ ഓരോ വ്യക്തിയും എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വഫാത്തായത്, ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം മുഴുവൻ, ഇദ്ദേഹം ജീവിതത്തിൽ എപ്പോഴൊക്കെ കളവ് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു, അങ്ങനെ കളവ് പറയുന്ന ദുസ്വഭാവമുള്ള വ്യക്തിയാണോ, ഇനി അതൊന്നുമില്ല സൽസ്വഭാവിയാണ്, കളവൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ മനപ്പാഠം എത്രയുണ്ട്, അദ്ദേഹം ഓർമ്മപ്പിശകുള്ള തെറ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഹദീസുകൾ പറയാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. എല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ഹിഫ്ളും അദ്ദേഹത്തിൻ്റെ അദാലത്തും അദ്ദേഹം നല്ല നടപ്പുള്ള ആളാണെന്നൊക്കെ വളരെ കൃത്യമായി പഠിച്ച് ചരിത്രം തയ്യാറാക്കിയിട്ടാണ് അതിൽ ഓരോ വ്യക്തിയെക്കുറിച്ചും പഠിച്ചതിന് ശേഷമാണ് ആ ഹദീസിനെ പണ്ഡിതന്മാർ അത് സ്വഹീഹാണെന്ന് പറയുന്നത്. ഇനി അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിലൊരു ഓർമ്മപ്പിശക് ചെറിയ രൂപത്തിൽ, വലിയൊരു ഓർമ്മപ്പിശകല്ല, പക്ഷെ ചെറിയൊരു ആ രൂപത്തിലൊക്കെ പിശക് ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത് സ്വഹീഹിന്റെ ദർജയിൽ എത്തിയിട്ടില്ല, അത് നമ്മൾ ഹസൻ, നമ്മൾ പറയും ഹദീസ് ഹസനാണ് എന്നൊക്കെ പറയും. അപ്പം ആ രണ്ട് പദവികളാണ് നമ്മൾ സ്വീകാര്യയോഗ്യമായി എടുക്കുക. അതിനുശേഷം പിന്നീട് ദുർബലമായ ഹദീസുകളാണ്. പരമ്പരയിൽ ആരെങ്കിലും ഒരാളില്ല, ഒരാൾ മറ്റയാളെ കണ്ടിട്ടില്ല, മറ്റേയാളിൽ നിന്ന് കേൾക്കാൻ സാധ്യതയില്ല, കാരണം അയാൾ വേറൊരാളിൽ നിന്ന് കേട്ടു എന്നാണ് പറയുന്നത്, പക്ഷെ അയാളും ഇയാളും ഒരേ നാട്ടിലല്ല, അല്ലെങ്കിൽ ഇയാൾ മരിച്ചതിന് ശേഷമാണ് അയാൾ ജനിച്ചത്, അപ്പോൾ കേൾക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഒരു സനദ് പരിശോധിച്ചിട്ട് അത് സ്വഹീഹാണ് മുഹദ്ദിസുകൾ പറയുന്നത്. അപ്പം അതിനുവേണ്ടി എത്രമാത്രം പരിശ്രമങ്ങൾ ഈ മുഹദ്ദിസുകൾ, അതുപോലെ തന്നെ ഈ കിതാബുകളൊക്കെ പരിധി അതിൻ്റെ റിജാലുകളൊക്കെ പഠിച്ച് അതൊക്കെ ഗ്രന്ഥരൂപത്തിലാക്കിയ ആളുകൾ ചെയ്തിട്ടുള്ളത് നിസ്സാരമായ സേവനമല്ല. അപ്പം അവരൊക്കെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹാദിമുകളാണ്, അവിടുത്തെ സുന്നത്തിനെ സംരക്ഷിച്ച ആളുകളാണ് എന്നാണ്. ഇത് സാന്ദർഭികമായി പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ലാതെ കേവലം അവൻ്റെ യുക്തി വെച്ച് ആലോചിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസുകൾക്ക് വിധി പറയുന്ന വിവരദോഷികളായ വിഡ്ഢികളായ ഹദീസിനെ നിഷേധിച്ച് കളയുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇമാം ബുഖാരിയുടെ ഹദീസിനെ നോക്കൂ, അപ്പോൾ അവരുടെ യുക്തിക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിലെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അവനത് പറയാനൊരു മടി, അവനൊരു അപകർഷതാബോധം. ഇതൊക്കെ ഈ സമൂഹത്തിൽ എങ്ങനെയൊക്കെ പറയാം, വലിയ ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ള വലിയ നൂറ്റാണ്ടിലൊക്കെ 21ാം നൂറ്റാണ്ടിലൊക്കെ ജനിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇത് പറയും? അവൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ അവനൊരു ഇസ്സത്ത് കാണാൻ, പ്രതാപം കാണാൻ സാധിക്കുന്നില്ല. അവന് ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ വെസ്റ്റേൺ കൾച്ചറുകളുടെയും ഒക്കെ ഭ്രമത്തിൽ അവന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനോടൊരു ഇസ്സത്ത്, ഒരു പ്രതാപം കാണുന്നില്ല. അതുകൊണ്ട് അവൻ്റെ യുക്തിക്ക് കൊണ്ട് ചിന്തിച്ചിട്ട് അത് സഹിയല്ല, അത് ഖുർആനെതിരാണ്, അത് ദുർബലമാണ്. യഥാർത്ഥത്തിൽ ദുർബലമാണ്, സ്വഹിയാണെന്നൊക്കെ പറയും. ഓരോരുത്തർക്കും തോന്നുന്നത് പോലെയല്ല, എല്ലാവർക്കും ഒരേപോലെയുള്ള മാനദണ്ഡമാണ് അതിന് വളരെ കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതാർക്ക് ഇന്ന വിഭാഗത്തിന് അത് സഹി, ഇന്ന വിഭാഗത്തിന് ദഈഫ്, അങ്ങനെയൊന്നുമില്ല. അത് വളരെ കൃത്യമായി മുസ്ലിം ഉമ്മത്തിന് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായ മുസ്തലഹാത്തുകളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായ ഹദീസിൻ്റെ നിദാന ശാസ്ത്രമുണ്ട്. അത് പഠിച്ചിട്ട് വളരെ കൃത്യമായിട്ടാണ് ഇന്നത് സഹിഹാണ്, ഇന്ന് സഹിഹല്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സഹോദരങ്ങളെ, ആ നിലക്ക് മുഹദ്ദിസുകളായ ഹദീസിന് വേണ്ടി പഠിക്കേണ്ട ആളുകളെല്ലാം ഖാദിമുകളാണ് എന്ന് പറയാം. ശേഷം ഹദീസിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, അവൻ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം, സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരന് വേണ്ടി, മുസ്ലിമായ തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നിടത്തോളം നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വളരെ വിശദീകരണം ആവശ്യമുള്ള, കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. യഥാർത്ഥത്തിൽ ഹദീസ് അരവരിയേ ഉള്ളൂ, പക്ഷെ അതിൽ ഒരുപാട് ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങൾ ഇവിടെ നോക്കൂ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശേഷം പറയുന്ന കാര്യം, അഥവാ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന കാര്യം ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഈമാനിൽ പൂർണ്ണമായി പുറത്തായി, കാഫിറായി പോയി എന്നല്ല. മറിച്ച് ലാ യുഅ്മിനു അഹദുക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം അത് പൂർത്തിയാവുകയില്ല എന്നാണ്. വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെയുള്ള നഫി അത് നഫ്യുൻ ലികമാലിൽ ഈമാനിൽ വാജിബ്, നിർബന്ധമായ ഈമാനിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായ അസ്ലുൽ ഈമാൻ ഇവിടെ നിഷേധിക്കപ്പെട്ടു എന്നല്ല, അത് ഒരാൾ കാഫിറായി എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ കാഫിറായി പോയി, ഇസ്ലാമിന് പുറത്തുപോയി എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈമാനൊരു അടിസ്ഥാനമുണ്ട്, അടിസ്ഥാനം തെറ്റിയ നീ കാഫിറാവും. അതുപോലെ അതിനൊരു പൂർത്തീകരണവുമുണ്ട്. ആ പൂർത്തീകരണത്തിലാണ് ഇത് പെടുന്നത്. ആ പൂർത്തീകരണത്തിൽ തന്നെ രണ്ട് രൂപത്തിലുണ്ട്. വാജിബായ നിർബന്ധമായ പൂർത്തീകരണമുണ്ട്, അത് നീ ചെയ്തിട്ടില്ല നീ കുറ്റക്കാരാകും, അപ്പോൾ ആ നിലക്ക് കുറ്റക്കാരനാകും എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത്
ഇത് പൂർത്തീകരണത്തിൽ പെടുന്നതാണ്, പക്ഷേ വെറും പൂർത്തീകരണമല്ല, വാജിബായ പൂർത്തീകരണമാണ്. അതുകൊണ്ട് ഇതൊരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അയാളുടെ അസ്ലുൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനം നഷ്ടപ്പെടുന്നില്ല, എന്നാൽ കുറ്റമില്ലാതാകുന്നില്ല. കാരണം വാജിബായ പൂർത്തീകരണമാണ് അയാൾ ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി മുസ്തഹബായ പൂർത്തീകരണം അത് വേറെയുമുണ്ട്. മുസ്തഹബായ പൂർത്തീകരണം അത് വേറെയുമുണ്ട്. അത് ഒഴിവാക്കിയ ഒരാൾക്ക് കുറ്റം കിട്ടുന്നതല്ല, പക്ഷെ ചെയ്താൽ ഈമാനിൽ വലിയ വർധന ഉണ്ടാകും, അതുമുണ്ട്. ഇവിടെ സഹോദരങ്ങളെ ഉദ്ദേശിക്കുന്നത് അത് ഈമാനിന്റെ അസ്ലല്ല, അതിന്റെ പൂർത്തീകരണമാണ്. പക്ഷേ അത് അൽ വാജിബ്, അത് നിർബന്ധമായ പൂർത്തീകരണമാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹുജറാത്തിൽ, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീൻ ഇഖ്തതലു, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗം ഏറ്റുമുട്ടിയാൽ എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരണം നമ്മൾ അതിലേക്ക് പോകുന്നില്ല, നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടത് പറയുകയാണ്. മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ പരസ്പരം കൊല്ലുവാൻ വേണ്ടി ഏറ്റുമുട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട മസ്അല അല്ലാഹു തആല പറയുകയാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, മുഅ്മിനീങ്ങളിൽ രണ്ട് വിഭാഗം ഏറ്റുമുട്ടുന്ന സമയത്ത് ഒരാൾ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാൻ സാധിക്കുമോ? ഇല്ല. അവനെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്. അവൻ തിരിച്ചെന്നെ കൊല്ലുന്നത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അവൻ എന്നെ കൊല്ലുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഞാൻ അവനെ കൊല്ലാനും ഇഷ്ടപ്പെടാൻ പാടില്ല, അല്ലേ? ഞാൻ കൊല്ലപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവനും കൊല്ലപ്പെടാൻ ഇഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ അങ്ങനെ ആയിട്ട് പോലും അള്ളാഹു അവരെ മുഅ്മിൻ എന്ന് തന്നെയാണ് വിളിച്ചത്, കാഫിർ എന്ന് വിളിച്ചിട്ടില്ല. അഥവാ അവിടെ വിശ്വാസം അവർക്കുണ്ട്, ഈമാൻ ഉണ്ട് എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്ഥിരപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ഈമാനിനെതിരായിട്ട് ദീനിൽ നിന്ന് പുറത്തു പോകാത്ത ചില കാര്യങ്ങൾ അവൻ ചെയ്യും, അതിൽപ്പെട്ടതാണ് മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അത് ഈമാനിനെതിരാണ്, പക്ഷെ അതിൻ്റെ അസ്ലിനല്ല, അടിസ്ഥാനത്തിനെതിരല്ല. കാരണം അടിസ്ഥാനത്തിനെതിരായാൽ അത് ആ കൊല ചെയ്യുന്നതോടുകൂടി അവൻ എന്താവണം? കാഫിറായി പോകണം. മറിച്ച് അതിൻ്റെ നിർബന്ധമായ പൂർത്തീകരണത്തിനെതിരാണ് എന്നാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി സഹോദരങ്ങളെ അത് വിശേഷിപ്പിച്ചത്. എന്നാൽ അഹ്ലു സുന്നത്തിൽ നിന്നും തെറ്റിപ്പോയ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് സഹോദരങ്ങളെ ഖവാരിജുകളായ ആളുകൾ. ഖവാരിജുകൾ അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, വൻപാവം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഈമാൻ നഷ്ടപ്പെട്ടു, അയാൾ കാഫിറായി പോകും. അവരിതുപോലെയുള്ള ഹദീസുകളാണ് കൊണ്ടുവരിക. കാരണം ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാൾ മുഅ്മിൻ അല്ലെങ്കിൽ പിന്നീട് കാഫിറാണ് എന്നാണ്. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞു, മുഅ്മിൻ അല്ലെങ്കിൽ അവിടെ കാഫിറാണ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്നാണ് അർത്ഥം. നിന്റെ അസ്ലുൽ ഈമാൻ, നീ മുഅ്മിനാകുക, വിശ്വാസിയാകുക എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ നിർബന്ധമായ പൂർത്തീകരണം നീ ചെയ്തിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഖുർആനിലും ഹദീസിലൊക്കെ ധാരാളക്കണക്കിന് പ്രയോഗങ്ങൾ ആ നിലക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ മുഅ്തസിലിയാക്കൾ, അവരും ഈ രൂപത്തിലാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷെ അവർ വേറൊരു വിശേഷണം പറയും. ഖവാരിജുകളുടെ വാദത്തിൽ ഞങ്ങൾ പെട്ടിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടി അവർ പറയും, ഈ രൂപത്തിലുള്ള വൻപാപങ്ങൾ ചെയ്താൽ അവൻ മുഅ്മിനല്ല, കാഫിറും അല്ല, പിന്നെന്താണ്? മൻസിലത്തുൽ ബൈന മൻസിലത്തൈൻ എന്ന് പറയും. അവൻ ഈമാനും ഇല്ല, കുഫറും ഇല്ല, അതിൻ്റെ ഇടയിൽ അതിനൊരു തെളിവില്ല. കാരണം അവർക്ക് കൃത്യമായി നസ്സുകളെ, ഖുർആനിലും ഹദീസിനും വന്ന തെളിവുകളെ യോജിപ്പിക്കാൻ അറിയാത്തത് കൊണ്ട് അവർ ആരുമില്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഖുർആനിനും ഹദീസിനും എതിരായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചു. അവരെ കാഫിറൊന്നും പറയാൻ സാധിക്കും, ഈമാൻ ഉണ്ടെന്നും പറയാൻ സാധിക്കുകയില്ല, എന്നാൽ കുഫർ ഉണ്ടെന്നും പറയാൻ സാധിക്കുകയില്ല. അവർ അതിൻ്റെ ഇടയിലാണ് എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ട്. ഇനി വേറെ ചിലർ അത് അഹ്ലുസുന്നയിൽ തന്നെ പെട്ട ചില ആളുകളാണ്, പക്ഷെ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അവർ പറഞ്ഞു മുഅ്മിൻ എന്ന് പറയാൻ സാധിക്കുകയില്ല, ഈ രൂപത്തിലുള്ള വൻപാപം ചെയ്താൽ അവന് വിശ്വാസി, മുഅ്മിൻ എന്ന് പറയാൻ സാധിക്കും, മുസ്ലിം എന്ന് പറയാം, അവനെ മുസ്ലിം എന്ന് പറയാം, മുഅ്മിൻ എന്ന് പറയാൻ പാടില്ല. മുഅ്മിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു തിന്മയും ചെയ്യാത്ത ആളായിരിക്കണം. തിന്മകളൊക്കെ ചെയ്താൽ, വൻപാപങ്ങൾ ചെയ്താൽ പിന്നീട് അവന് മുസ്ലിം എന്ന് പറയാം, മുഅ്മിൻ എന്ന് പറയാൻ പാടില്ല എന്നാണ്. പക്ഷെ അതും തെറ്റാണ്. കാരണം നേരത്തെ ആയത്തിൽ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ പരസ്പരം പോരടിച്ചാൽ എന്നാണ് പറയുന്നത്. പരസ്പരം പോരടിക്കുക, ഖിതാൽ നടത്തുക എന്ന് പറയും വൻപാപത്തിൽപ്പെട്ട കാര്യം. മുഅ്മിനീങ്ങളാണ്, കുഫാറുകളോട് യുദ്ധം ചെയ്യുകയല്ല. വിശ്വാസികൾ പരസ്പരം കൊല്ലാൻ വേണ്ടി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും നിഷിദ്ധമാണ്. മുഅ്മിനെ കൊല്ലുക ഒരു നിലക്കും അനുവദനീയമായ കാര്യമേ അല്ല. പക്ഷെ അല്ലാഹു തആല അവരുടെ ഈമാനിനെ നിഷേധിച്ചിട്ട് അവിടെ അവൻ ഇസ്ലാം മാത്രമേ ഉള്ളൂ, മുസ്ലിം മാത്രമേ ആകുന്നുള്ളൂ, മുഅ്മിൻ ആകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. വൻപാപം ചെയ്തവരെയും മുഅ്മിൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ്റെ ഈമാൻ നാഖിസായിരിക്കും, കുറവായിരിക്കും, അവൻ
പൂർണ്ണമായി ഈമാൻ എത്തിയവനല്ല, ഈമാനിൽ ദുർബലതയുള്ള, ഈമാനിൽ കുറവുകളുള്ള ആളായിരിക്കും. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിലൊരാൾ വിശ്വാസിയാവുകയില്ല. അവിടെ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു, അയാളുടെ പൂർണ്ണമായ ഈമാനിൻ്റെ കുറവാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഈമാനിൻ്റെ വാജിബിനെ നിഷേധിക്കണമെങ്കിൽ അയാൾ ഒന്നുകിൽ ഒരു ഹറാമ് ചെയ്തവനായിരിക്കണം, അല്ലെങ്കിൽ നിർബന്ധമായ ഒരു കാര്യം ഉപേക്ഷിച്ചവനായിരിക്കണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിതിൽ പറഞ്ഞു, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് അത് നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ടാണ് അയാളുടെ വാജിബായ ഈമാൻ അയാൾക്ക് നഷ്ടപ്പെട്ടത്. കാരണം വാജിബായ ഒരു ഈമാൻ നഷ്ടപ്പെടണമെങ്കിൽ, നിർബന്ധമായ പൂർത്തീകരണം അയാൾക്ക് നഷ്ടപ്പെടണമെങ്കിൽ അയാൾ ഒരു ഹറാമ് ചെയ്ത ആളായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ചൊരു വാജിബ് ചെയ്യാത്തവനായിരിക്കണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു നിർബന്ധ ബാധ്യത അയാൾ ഒഴിവാക്കുകയാണ്. തൻ്റെ മുഅ്മിന് ഇഷ്ടപ്പെടുന്ന തൻ്റെ സഹോദരന് തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നവന് ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അതെന്താണ്, അത് ഹറാമായ കാര്യമാണ് എന്നാണ് പറഞ്ഞാൽ. വാജിബായ കാര്യമാണ് സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് വാജിബാണ്. ആ വാജിബ് ഉപേക്ഷിച്ചത് കൊണ്ടാണ് അവൻ്റെ ഈമാൻ അവനുണ്ടാവുകയില്ല, വിശ്വാസം ഉണ്ടാവുകയില്ല, പൂർത്തിയാവുകയില്ല എന്ന് പറഞ്ഞു. തൻ്റെ സഹോദരന് താൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടുക എന്നുള്ളത് വാജിബുൽ ഫിൽ ജുംല എന്ന് പറയും, മൊത്തത്തിൽ വാജിബാണ്. അത് പറയാൻ കാരണം ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചില വിശദീകരണം നമ്മൾ പറയും, എവിടെയൊക്കെയാണ് വാജിബ് എവിടെയൊക്കെയാണ് വാജിബാകാത്തത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വേറെ ചില ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ വല്ലാഹി ലാ യുഅ്മിൻ ഖാലൂ മൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവാണ് ഒരാൾ മുഅ്മിനാവുകയില്ല. റസൂൽ 3 പ്രാവശ്യം പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, ആരാണ് അല്ലാഹുവിൻ്റെ റസൂൽ? അവിടുന്ന് പറഞ്ഞു, മൻ ലാ യഅ്മനു ജാറുഹു ബവായിഖ, തൻ്റെ അയൽവാസിയുടെ ഉപദ്രവത്തിൽ നിന്നും ആര് നിർഭയനായിട്ടില്ലയോ അവൻ മുഅ്മിനായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അയൽവാസിയെ ഉപദ്രവിക്കുക എന്നുള്ളത് വൻ പാപമാണ്, നിഷിദ്ധമായ ഹറാമാണ് എന്നതിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് ഹറാമ് ചെയ്തപ്പോഴാണ് ലാ യുഅ്മിൻ എന്ന് പറയുന്നത്, വിശ്വാസിയാവുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ വാജിബായ ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിലാണ്, തർക്കുൽ വാജിബാണ് ഇവിടെ എന്തായത് ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ അതിൽ മനസ്സിലാക്കുക, തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് അവൻ ഒരു വാജിബായ കാര്യം ഉപേക്ഷിച്ചത് കൊണ്ടാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് അതിങ്ങനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് വാജിബായ നിർബന്ധമായ കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനെന്താണ് മഹബത്ത്? അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. ഒരാൾക്ക് തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന തൻ്റെ സഹോദരനോട് ഇഷ്ടപ്പെടും. മഹബത്ത് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല. സ്നേഹം എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയാറുണ്ട്, ചിലത് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന ചില വാക്യങ്ങൾ ഉണ്ടാകും, അതിന് വിശദീകരണം കൊണ്ടുവന്നാൽ അത് തീരെ മനസ്സിലാവില്ല. അത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിൽ നിന്നും ഇങ്ങനെ ഉണ്ടായ ഒരു വികാരമാണെന്നൊക്കെ പറഞ്ഞാൽ വിശദീകരിച്ചാലോ കൂടുതൽ വഷളാവും, മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അഹ്ലുൽ കലാമിൻ്റെ ഒക്കെ ആളുകൾ, മന്തിഖിൻ്റെ ഒക്കെ ആൾക്കാർ അവരോരോ നിർവചനം കൊണ്ടുവരാം. നിർവചനം നമുക്ക് കേട്ടാൽ ഉള്ളതും കൂടി മനസ്സിലാവില്ല. അപ്പം മഹബ്ബ, സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരാൾക്ക് മറ്റൊരാളോട് ഉണ്ടാകുന്ന ഒരു ഖൈർ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകുന്ന ഒരു വികാരമാണ്. അതിന് പ്രത്യേകിച്ച് വിശദീകരണം ആവശ്യമില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി എന്നാണ് പറയുന്നത്. ഇവിടെ ലി അഖീഹി, തൻ്റെ സഹോദരന് എന്ന് പറഞ്ഞാൽ ആരാണ് തൻ്റെ സഹോദരൻ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ലി അഖീഹി അൽ മുസ്ലിം, മുസ്ലിമായ തൻ്റെ സഹോദരൻ എന്നാണ്. അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും മുഅ്മിനീങ്ങൾ മാത്രമാണ് സഹോദരങ്ങൾ. പരസ്പര സഹോദരങ്ങൾ ആര് മാത്രമാണ്? വിശ്വാസികൾ മാത്രമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ എന്താണ് മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ ഹത്താ യുഹിബ്ബ ലി അഖീഹി എന്ന് പറയുന്നത്, തൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് മുസ്ലിമായ തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു വളരെ കുറച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ, അവിടെ ലി അഖീഹി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തൻ്റെ ആദമും ഹവ്വയും, അതായത് നമ്മുടെ പൂർവ്വപിതാവായ ആദമും ഹവ്വയും, അതിൽപ്പെട്ട തൻ്റെ മുഴുവൻ സഹോദരങ്ങളും ഉൾപ്പെടും. അതുകൊണ്ട് ഇതര വിശ്വാസികളും അതിൽ ഉൾപ്പെടും. ഇതര വിശ്വാസികൾക്കും ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെടണം എന്ന് ഉൾപ്പെടുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വളരെ കൃത്യമായി പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഹിദായത്ത് ഉണ്ടാകാൻ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടണം. അത് ആ ഒരു ഇഷ്ടം നമുക്ക് എല്ലാവരും ഉണ്ടാവും. എന്തിന്? നമ്മൾ ആ വിശ്വാസിയുടെ അവിശ്വാസത്തിൻ്റെ പേരിൽ അവൻ ഇഷ്ടപ്പെടുന്നതല്ല, മറിച്ച് അവനൊരു ഹിദായത്ത് കിട്ടണം. അപ്പോൾ അവന് ഹിദായത്ത് കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇഷ്ടം, എനിക്കിപ്പോൾ ഹിദായത്ത് കിട്ടി, അപ്പോൾ അവനും ഹിദായത്ത് കിട്ടണം എന്നൊരു തേട്ടം നമുക്ക് ഈ പറയുന്ന ആളുകളോട് ഉണ്ടാകണം. പക്ഷെ ഏറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ അഖീഹുൽ മുസ്ലിമാണ്, മുസ്ലിമായ തൻ്റെ സഹോദരൻ്റെ വിഷയമാണ് എന്നാണ് പറഞ്ഞത്. നോക്കൂ, അതുപോലെ തന്നെ പ്രയോഗം നോക്കൂ,
ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഒരാൾ മുഅ്മിനാവുകയില്ല തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത്. സഹോദരൻ തന്നെ അല്ലാഹു തആല പറയാണ്. അതായത് വിശ്വാസം സ്വീകരിച്ച ആളുകളെല്ലാം പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ സഹോദരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരേ ഉദരത്തിൽ പിറന്നവൻ എന്നാണ്. ഒരേ ഉദരത്തിൽ ഒരേ ഉമ്മ പെറ്റ മക്കളാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കാര്യമാണ്, അതേ പ്രയോഗമാണ് വിശ്വാസം സ്വീകരിച്ച ആളുകളെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടെയും പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ല, വിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് യഥാർത്ഥത്തിൽ സഹോദരനേക്കാളും ഹക്കുണ്ട്. കാരണം ചിലപ്പോൾ സഹോദരനായ ആളുകളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. കാരണം ചിലപ്പോൾ വിശ്വാസം സ്വീകരിക്കാത്ത ആളായിരിക്കും. ഇപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹോദരനേക്കാളും അവൻ ഇഷ്ടപ്പെടേണ്ടത് വിശ്വാസികളായ മറ്റ് സഹോദരന്മാരെയാണ്. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ മുസ്ലിമീങ്ങളായ ആളുടെ ആരെങ്കിലുമൊക്കെ തെറ്റിപ്പോയി, അള്ളാഹു കാക്കുമാറാകട്ടെ, അങ്ങനെയാണെങ്കിൽ അവനേക്കാളും നമുക്ക് ബാധ്യത അതല്ലാത്ത ഈമാനുള്ള വിശ്വാസികളായ ആളുകളോടാണ് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് സഹോദരങ്ങളെ, മാ യുഹിബ്ബു ലി നഫ്സി മാ ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, തൻ്റെ നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന എന്നാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞിട്ടില്ല? പണ്ഡിതന്മാർ പറഞ്ഞു മാ തുഹിബ്ബുഹു നഫ്സുഹു എന്ന് പറഞ്ഞിട്ടില്ല, നഫ്സ് ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിന്മേനൊക്കെ ഇഷ്ടപ്പെടും. നഫ്സ് ചിലപ്പോൾ തിന്മയെ ഇഷ്ടപ്പെടും. ഓരോരുത്തരുടെ മനസ്സ് ഹറാമുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടും, അതുപോലെ ഹറാമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടും. പക്ഷെ എല്ലാവരും തൻ്റെ നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും? നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് ഖൈറായിരിക്കും. ഇപ്പം തിന്മകൾ ചെയ്യുന്നത് ആളുകൾ പോലും തൻ്റെ നഫ്സിനെ ഇതിൻ്റെ ഫലമായിട്ട് നരകത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കും. ആരും ആഗ്രഹിക്കുകയില്ല. അപ്പം എല്ലാവരും നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുക ഖൈറായിരിക്കും. പക്ഷെ അവൻ്റെ നഫ്സ് ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് മാ യുഹിബ്ബു ലി നഫ്സിഹി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തൻ്റെ നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന എന്നാണ് പറഞ്ഞത്. നഫ്സ് ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ നഫ്സിന് വേണ്ടി എപ്പോഴും ഖൈറേ ആഗ്രഹിക്കുകയുള്ളൂ. അതിന് ഖൈർ ഉണ്ടാകണം, അതിന് നന്മ ഉണ്ടാകണം, അതിന് മനസ്സമാധാനം ഉണ്ടാകണം, അതിന് സന്തോഷം ഉണ്ടാകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിന് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട 6 പോയിന്റുകളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതിൽ വ്യത്യസ്ത മർത്തബകളിലുള്ള ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം അവർ യുഹിബ്ബ ലിൽ മുസ്ലിമീന ശർർ, മുസ്ലിമീങ്ങൾക്ക് ഷർ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്. അവന് ഉപദ്രവം ഉണ്ടാകണം, ഷർ ഉണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവനൊരു ഷർ ഉണ്ടാകണം, അവനൊരു ഉപദ്രവം ഉണ്ടാകണം എന്ന് മനസ്സിൽ കൊണ്ട് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഇതാണ് ഏറ്റവും മോശപ്പെട്ട വിഭാഗം. ഇത് ഹറാമായ കാര്യമാണ്, യാതൊരു സംശയമില്ല. മുസ്ലിമായ സഹോദരന് ഷർ ഉണ്ടാവുക, ദീനിലാകട്ടെ ദുനിയാവിലാകട്ടെ അവന് ഷർ ഉണ്ടാവുക, അവന് ഉപദ്രവം ഉണ്ടാകും. അവൻ്റെ വീട് പൊളിഞ്ഞു പോകട്ടെ, അവൻ്റെ കാറ് നശിച്ചു പോകട്ടെ, അവൻ്റെ ദീന് നശിച്ചു പോകട്ടെ, അവൻ നിസ്കരിക്കാത്തവനായി മാറട്ടെ, അവൻ്റെ മക്കൾ കഴിച്ചു പോകട്ടെ. ഈ രൂപത്തിലൊക്കെ ഒരാൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവൻ തൻ്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി ഷർ ഉദ്ദേശിച്ചവനാണ്. അത് നിഷിദ്ധമായ കാര്യമാണ്. അതാണ് ഏറ്റവും താഴെക്കടയിലെ മോശപ്പെട്ട പദവി. അത് ആർക്കും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പദവിയുണ്ട് ഇവിടെ, അല്ലാ യുഹിബ്ബ ലിൽ മുസ്ലിമീന ഷർ, മുസ്ലിമീങ്ങൾക്ക് ഒരു ഷർ അവൻ ഉദ്ദേശിക്കുകയില്ല. ലാകിന്നഹു ലാ യുഹിബ്ബു ലഹുൽ ഖൈർ, അവർക്ക് ഖൈർ ഉദ്ദേശിക്കൂല. അവന് ഷർറെന്ന് പറഞ്ഞത് അവൻ്റെ വീടൊന്നും പൊളിയണ്ട, അവൻ്റെ ദീൻ നശിക്കണ്ട, പക്ഷെ അവൻ്റെ നല്ലതാവണം അത് ചിന്തിക്കൂല. അവനൊരു ഖൈർ കിട്ടണം എന്നുള്ള കാര്യം അതും അവൻ ഇഷ്ടപ്പെടുകയില്ല. അവന് നന്മ ഇഷ്ടപ്പെടുകയില്ല, തിന്മ ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഇതും ഹറാമാണെന്നുള്ളതിൽ ഇത്തിഫാക്കുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് ഖൈർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമായ കാര്യമാണ്. ഒരാൾക്ക് ഷർ ഉണ്ടാക്കണം ഉദ്ദേശിച്ചിട്ടില്ല, ശരി, പക്ഷേ ഖൈർ ഉണ്ടാകണമെന്ന് പോലും ഉദ്ദേശിക്കുന്നില്ല. അത് നിഷിദ്ധമായ കാര്യമാണ്, ഇത്തിഫാക്കുള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ല. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക, അൻ യുഹിബ്ബ ലഹുൽ ഖൈർ, അവന് ഖൈർ ഉണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഇന്നാൾക്ക് ഖൈർ ഉണ്ടാകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ലാക്കിൻ ദൂനമാ യുഹിബ്ബു ലി നഫ്സി, എന്നേക്കാൾ കുറഞ്ഞ ഖൈർ ഉണ്ടായാൽ മതി, അതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ നല്ല ഫർദും സുന്നത്തൊക്കെ നിസ്കരിക്കുന്ന ആളാണ്. അവനൊരു ഫർദ് നിസ്കരിച്ചാൽ മതി, എന്നേക്കാൾ കുറവ് മതി, എപ്പോഴൊരു കുറവ് മതി. ഞാൻ കുറച്ച് ദീനൊക്കെ പഠിച്ചിട്ടുണ്ട്, അവൻ എൻ്റെ അത്ര പഠിക്കണ്ട, എന്നേക്കാൾ കുറവ് പഠിച്ചാൽ മതി. എനിക്ക് ഭൗതികമായി നല്ല നല്ല ഖൈറുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, അവൻ അത്ര കിട്ടണ്ട. എനിക്കൊരു വാർപ്പിൻ്റെ വീടാണെങ്കിൽ അവനൊരു ഓലപ്പര മതി, അല്ലെങ്കിൽ അവനൊരു വാടക വീട് മതി, എന്നെക്കാളും കുറവ് മതി എന്ന് പറഞ്ഞ് അവന് എന്നേക്കാൾ കുറഞ്ഞത് ഇഷ്ടപ്പെടുക, അല്ലെ? പദവി വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. എന്നേക്കാൾ കുറവ് അവന് മതി എന്ന് വിശ്വസിക്കുക, എന്ന് ഇഷ്ടപ്പെടുക, ഇതും നിഷിദ്ധമാണ്, ഇതും ഹറാമാണ്. ശരിക്കും മനസ്സിലാക്കണം, ഇതും നിഷിദ്ധമാണ്. ഒന്നാമത്തെ വിഭാഗം മറ്റവന് ഷർ ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം അവന് ഖൈർ ഉദ്ദേശിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗം ഖൈർ ഉദ്ദേശിക്കുന്നു, പക്ഷെ എന്നേക്കാൾ കുറഞ്ഞ ഖൈർ.
അത്ര മതി. ഇതാണ് അവൻ്റെ നീതി. നാലാമത്തെ വിഭാഗമുണ്ട്, ഇതും പാടില്ലാത്തതാണ്. അൻ യുഹിബ്ബ ലിൽ മുസ്ലിമീന മിസ്ല മാ ഹുവ അലൈഹി, ഞാൻ എങ്ങനെയാണോ അത് അവനുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുക. ഇപ്പം ഞാൻ അതിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ എങ്ങനെയാണോ, ഞാനിപ്പം ഫർദ് നിസ്കരിക്കുന്ന ആളാണ്, സുന്നത്തൊന്നും നിസ്കരിക്കുന്നില്ല. ഓനും ഫർദ് നിസ്കരിച്ചോട്ടെ, അങ്ങനെ കുറവെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല, ഓൻ ഫർദ് നിസ്കരിക്കട്ടെ. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ തന്നെ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കും. ഞാൻ കുറച്ചും കൂടി സുന്നത്ത് നിസ്കരിച്ച്, രാത്രിയൊക്കെ നിസ്കരിച്ച്, ളുഹയൊക്കെ നിസ്കരിച്ച്, അങ്ങനെ കുറച്ചുകൂടി സുന്നത്ത് നോമ്പൊക്കെ എടുത്ത് ഞാൻ ഒന്നുകൂടി ഖൈറിലാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് അവൻ എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഏതിലാണോ ഉള്ളത് അത് അവന് മതി. ഇപ്പം ഞാൻ പഠിക്കുന്ന കാര്യത്തിലൊരു മീഡിയമാണ്, അപ്പം അവനും മീഡിയം മതി. എൻ്റെ ഭൗതികമായ കാര്യത്തിലൊരു മീഡിയമാണ് എനിക്കുള്ളൂ, അവനും അത് മീഡിയം മതി. അതിൻ്റെ മുകളിലേക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതും പ്രശ്നമാണ്. എന്തുകൊണ്ട്? ഈ ഹദീസിന്റെ പരിധിയിൽ അപ്പോഴും വന്നിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് അവനോട് ഇഷ്ടപ്പെട്ടോ? ഇല്ല, ഞാൻ ഉള്ളതിനെ അവനുണ്ടായിക്കോട്ടെ എന്നാണ് ഇഷ്ടപ്പെട്ടത്. വ്യത്യാസം മനസ്സിലാക്കണം. ഞാൻ ശരിക്കും ഞാനിപ്പോൾ ഉള്ളതിനേക്കാളും എൻ്റെ അവസ്ഥ മെച്ചപ്പെടണം, ദീനിയായിട്ട് ഞാൻ മെച്ചപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ അവന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഞാൻ ഉള്ളതുപോലെ അവനായിക്കോട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ നാലാമത്തെ വിഭാഗം. ഇതും അവനോടുള്ള ബാധ്യതയിൽ വരുത്തിയ കുറവാണ്, ഹദീസിൽ പറഞ്ഞതിനോട് എതിരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാരൊക്കെ ഇത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇൻ കുൻത തുരീദു ലിന്നാസ് മിസ്ല മാ അൻത അലൈഹി ഫഇന്നക ലം തഖും ബിന്നസ്ലില, നീ ഉള്ളതുപോലെയാണ് ജനങ്ങളാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അവരോട് എന്തായിട്ടില്ല, നസീഹത്തുള്ളവരായിട്ടില്ല. ഫകൈഫ ഇദാ വദത്ത അൻഹും ദൂനക, നീ നിന്നെക്കാളും കുറവുണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ തൊട്ടും പോർന്ന പദവി, അപ്പം എത്ര മോശമാണ്. അപ്പം നമുക്കുള്ളതുപോലെ അവൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അത് അവനോടുള്ള ബാധ്യത വീട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. മറിച്ച് ഏത് പദവിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്? അഞ്ചാമത് പറയുന്ന പദവി, അൻ യുഹിബ്ബ ലി അഖീഹിൽ മുസ്ലിം മാ യുഹിബ്ബു ലി നഫ്സിഹി. അതാണ് ഹദീസിൽ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറയുകയാണെങ്കിൽ, നേരത്തെ ഞാൻ ഫർദ് നിസ്കരിക്കുന്നവനാണ്. ഞാൻ കുറേയും കൂടി സുന്നത്തൊക്കെ നിസ്കരിച്ച് കുറേയും കൂടി അമലൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അതേ ആഗ്രഹം തന്നെ ഞാൻ എൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടണം. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ പോയി, ഞാൻ എന്തൊരു നന്മയാണോ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അതേ കാര്യം തന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടണം, ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ പോലും. കാരണം ഞാൻ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യം ഇന്ന എന്ന പദവിയുള്ള കാര്യം അതെൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെയും തൊട്ട് താഴെയുള്ളതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? തൊട്ട് താഴെയുള്ളത് എന്താണ്? ഞാൻ ഉള്ളതുപോലെ ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ മതിയായിട്ട് ഞാൻ ഉള്ളതുപോലെ ആകാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് മാ യുഹിബ്ബു ലിനഫ്സി, നിനക്ക് നീ എന്താണ് ഇഷ്ടപ്പെടുന്നത്, ഈ ഉള്ള അവസ്ഥയിലാണെന്ന് ഇഷ്ടപ്പെടുക. ആരും അത് ഇഷ്ടപ്പെടില്ല, എല്ലാവരും അതിനേക്കാൾ ഉയർന്ന കാര്യത്തിലാണ് ഇഷ്ടപ്പെടുക. അപ്പം അത് ആ ഉയർന്ന പദവി അതും നിന്റെ സഹോദരന് ഇഷ്ടപ്പെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ഇത് മതി. ഈ അഞ്ചാമത്തെ കാര്യമായാൽ ഒരാൾ ഈ ഹദീസിൽ പറഞ്ഞതിനോട് യോജിച്ചു വന്നു, നിർബന്ധമായ തെറ്റില്ലാത്ത കുറ്റം കിട്ടാത്തൊരു പദവിയിലേക്ക് എത്തി. എന്നാൽ ആറാമതൊരു പദവിയുണ്ട്, ഇത് വലിയൊരു പദവിയാണ്. ഇത് ഒരു കമാലാണ്, പൂർത്തീകരണമാണ്. അൻ യുഹിബ്ബ ലി അഖീഹിൽ മുസ്ലിം ഖൈറൻ മിമ്മാ യുഹിബ്ബു ലി നഫ്സി. നീ നിനക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു പദവി ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ അവന് കിട്ടണം എന്ന് ആഗ്രഹിക്കാന്നാണ്. ഞാൻ ഫർദ് നിസ്കരിച്ച്, ഞാൻ സുന്നത്തൊക്കെ നിസ്കരിച്ച് നല്ല രീതിയിലാകണം, നിന്റെ സഹോദരന് വേണ്ടി അവൻ അതിനേക്കാളും മെച്ചാകട്ടെ എന്ന് ആഗ്രഹിക്കുക. വിശാലമായ ഹൃദയമുള്ള ഒരാൾക്കല്ലാതെ ഈ ഒരു പദവിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് പരസ്പരം തൻ്റെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് ആ ഒരു നിലക്ക് നസീഹത്തുണ്ടായാൽ എങ്ങനെയാണ് അവനെ നിന്ദിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അവനെ അപഹരിക്കാൻ, അവനെ ഉപദ്രവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അവൻ്റെ മേൽ കള്ള ആരോപണങ്ങൾ പറയാൻ സാധിക്കുക? എങ്ങനെയാണ് അവൻ്റെ മേൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ ഹക്കുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുക? അല്ല, എത്ര ആളുകൾ സ്വന്തം ഹക്ക് ഇടപാടുകളിൽ ആളുകൾ വഞ്ചിച്ചുകൊണ്ട് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടൊക്കെ അപഹരിക്കും, മറ്റൊക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മൾ ഏത് പദവിയാണ് ഈ പറയുന്നത്? എനിക്ക് വേണ്ടി ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് വേണ്ടി ഞാൻ ഏതൊരു ഉന്നതമായ പദവിയാണോ ഇഷ്ടപ്പെടുന്നത്, ആ പദവി അവനും കൂടി ഇഷ്ടപ്പെട്ടാൽ തന്നെ നമ്മുടെ വാജിബ് പൂർത്തിയായി. പക്ഷെ അതിനേക്കാൾ മുകളിൽ എൻ്റെ സഹോദരന് ഉണ്ടാകട്ടെ എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അഞ്ചാമത്തെയും ആറാമത്തെയും പദവി നമ്മൾ എത്തുന്ന സമയത്ത്, അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന പദവിയിൽ അവനും ഉണ്ടാവുക എന്നാണ് അഞ്ചാമത്തെ പദവി. ഞാൻ ഇഷ്ടപ്പെടുന്ന പദവിനേക്കാളും കൂടുതൽ അവനുണ്ടാവുക, അതാണ് ആറാമത്തെ പദവി. ഈ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? നന്മയിൽ മത്സരിക്കുക എന്ന് പറയുന്ന കാര്യം അവിടെ എന്താവുന്നില്ല, അത് മാറിക്കുന്നില്ല. അപ്പം അവൻ എന്നെക്കാൾ നല്ലതാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ നന്മയിൽ മത്സരിക്കും. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, അവൻ മത്സരിക്കുന്ന ആളുകൾ
ഖൈറിൽ മത്സരിക്കട്ടെ എന്നാണ്. അപ്പം അവൻ എന്നെക്കാളും നല്ല രീതിയിൽ സ്വതക്കം കൊടുക്കണം ഞാൻ ആഗ്രഹിക്കും, മനസ്സുകൊണ്ട് അത് ആഗ്രഹിക്കണം. എന്നിട്ടോ ഞാൻ അവനോട് മത്സരിക്കുകയും ചെയ്യും. അത് രണ്ടും എതിരാകുന്ന കാര്യമല്ല. അപ്പം അവനൊരു 50 റുപ്യ, അവനൊരു 10,000 റുപ്യ മസ്ജിദിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുക, ഞാനും കൊടുക്കാൻ ഉദ്ദേശിക്കും അവൻ നല്ലോണം കൊടുക്കട്ടെ, അവൻ നല്ലോണം കൊടുക്കട്ടെ, അവൻ നല്ല ഖൈർ കിട്ടട്ടെ, അള്ളാൻ്റെ അടുത്ത് നല്ല പ്രതിഫലം കിട്ടട്ടെ, നല്ല മനുഷ്യനാണ്, അയാൾ കൊടുക്കട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് കൊടുക്കുക എന്നുള്ളതല്ല, ഞാൻ മത്സരിക്കുകയും ചെയ്യും. ഞാനൊരു 12 കൊടുക്കുക, അള്ളാൻ്റെ അടുക്കൽ എനിക്ക് കൂടുതൽ സ്ഥാനം കിട്ടട്ടെ, അല്ലെങ്കിൽ മസ്ജിദ് ഉണ്ടാക്കും, ഞാനൊരു 12 കൊടുക്കുന്ന ആളാകണം, അവൻ 10 കൊടുക്കുന്നത്, എനിക്ക് 12 കൊടുക്കണം, ഞാൻ മത്സരിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ എന്താഗ്രഹിക്കും, അവൻ എന്നെക്കാളും നല്ല കൊടുക്കട്ടെ, ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കുക, അപ്പോൾ അവൻ എന്നെക്കാളും നന്നായി സുന്നത്ത് നോമ്പ് എടുക്കട്ടെ നമ്മൾ ആഗ്രഹിക്കും. എന്നിട്ട് നമ്മൾ വെറുതെ അതിൽ നിൽക്കല്ല, നമ്മളും ഹൈറിൽ മത്സരിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറേ ഖുർആൻ ഓതുക, അവനും കുറേ ഖുർആൻ ഓതട്ടെ, അവൻ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ മത്സരിക്കാതിരിക്കുകയല്ല, നമ്മൾ അതിനേക്കാളും മത്സരിക്കും. നമുക്ക് സഹാബികളുടെ കൂട്ടത്തിൽ ഇത് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ട്, ഞാൻ എപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്ത് ചെയ്യും, മത്സരിക്കും, എപ്പോഴും മത്സരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, മാ സാബഖ്തുഹു ഇല്ലാ സബഖൻ, ഞാൻ എപ്പം മത്സരിച്ചാലും എന്നെ തോപ്പിക്കും. ഏതൊരു നന്മയിലേക്ക് ഞാൻ മത്സരിച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മുസ്ലിമീങ്ങൾ വലിയ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട്, യുദ്ധത്തിനും മറ്റും വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, എല്ലാവരും ഉള്ള സമ്പത്തൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇന്ന് എനിക്ക് പരാജയപ്പെടുത്താം. ഉമർ ബിൻ ഖത്താബ് ഇതുവരെ കൊടുക്കാത്ത നിലക്ക് തൻ്റെ മുഴുവൻ സമ്പാദ്യത്തിൻ്റെ പകുതിയുമായിട്ട്, വലിയ ഭാരിച്ച സമ്പാദ്യവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തുകയാണ്. ഇന്ന് എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അല്ല, അബൂബക്കർ മോശമാണെന്ന് ഒരിക്കലും ചിന്തിക്കൂല, അബൂബക്കർ നന്നാകണം ചിന്തിക്കും. പക്ഷെ എന്നാലും എനിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഞാൻ കൂടുതൽ മത്സരിക്കും. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉന്നതമായ തവക്കുലുള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അദ്ദേഹം ധനം മുഴുവൻ സമ്പാദ്യം, വീട്ടിലുള്ള മുഴുവൻ സമ്പാദ്യം എടുത്തിട്ട് എന്ത് ചെയ്തു, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചു. പണ്ഡിതന്മാർ ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവായിട്ട് അത്ര വലിയ തവക്കുലുള്ള ആളുകളെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് പിന്നെ എന്ത് ചെയ്യും, വീട്ടിലുള്ള മുഴുവൻ സമ്പാദ്യമൊക്കെ എടുത്തിട്ട് കൊടുത്താൽ അവന് പിന്നെ റബ്ബിനോട് മോശം ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെടാതിരിക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ട് അത്ര വലിയ പദവിയിലെത്താത്ത ആളുകൾ അങ്ങനെ ചെയ്യരുത്. വീട്ടിൽ നിർബന്ധമായി കൊടുക്കേണ്ട കാര്യമൊക്കെ അവിടെ വെച്ചിട്ട് ചിലവഴിക്കാവും. പക്ഷെ വലിയ പദവിയിലെത്തിയ, തവക്കുലിലെത്തിയ ആളുകൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടതാണ്. അദ്ദേഹം മുഴുവനും കൊണ്ടുവന്ന് ചിലവഴിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅലിംതു അന്നി ലാ അസ്ബിഖുഹു അബദ, എനിക്കപ്പം മനസ്സിലായി ഇയാളെ എനിക്കൊരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായി. നമ്മൾ പറഞ്ഞത് സഹോദരങ്ങളെ, സഹോദരന് വേണ്ടി എന്നേക്കാൾ ഖൈർ ഉദ്ദേശിക്കുമ്പോഴും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഖൈർ ഉദ്ദേശിക്കുമ്പോഴും, നമ്മൾ 5-ാമത്തെയും 6-ാമത്തെയും പദവി ഉദ്ദേശിക്കുമ്പോഴും അദ്ദേഹത്തോട് നന്മയിൽ മത്സരിക്കുക എന്നുള്ള കാര്യം അവിടെയുണ്ട്. നന്മയിൽ മത്സരിക്കുക എന്നുള്ള കാര്യം അവിടെയുണ്ട്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഖൈബർ യുദ്ധത്തിലുള്ള ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം നാളെ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് രാത്രി പറയുകയുണ്ടായി, ഞാൻ ഒരു പതാക നാളെ നൽകും റജുലൻ, ഒരു മനുഷ്യനിക്ക്. അയാളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. യുഹിബ്ബുല്ലാഹു വറസൂലുഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അയാൾ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്, അള്ളാഹു റസൂലും അയാളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. രണ്ട് കാര്യം, അള്ളാഹിനെ റസൂലിനെ എല്ലാ സഹാബികളും ഇഷ്ടപ്പെടും, പക്ഷെ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്നതാണെന്നുള്ള വലിയൊരു പദവിയും കൂടി പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യന് ഞാൻ നാളെ പതാക നൽകും. യഫ്തഹുല്ലാഹു അലാ യദൈഹി, അയാളിലൂടെ നമുക്ക് വിജയം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്താണ് അല്ലെ, അവിടുന്ന് നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, നുബുവത്തിന്റെ തെളിവാണത്. വിജയം ഉണ്ടായി, ഖൈബറിൽ മുസ്ലിമീങ്ങൾ ജയിച്ചു. ജയിക്കുന്നതിന് മുമ്പേ ഇത് പറയാൻ സഹാബികളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫസ്തശ്റഫ്തു ലഹാ റജാഅ ഇൻ ഉദ്ആ ലഹാ, ഞാനത് ആഗ്രഹിച്ചു പോയി ആ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ഉണ്ട്, അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. വമാ അഹ്ബബ്തുൽ ഇമാറത ഇല്ലാ യൗമൈദിൻ, അന്നല്ലാതെ ഞാൻ ഒരിക്കലും നേതൃസ്ഥാനം ആഗ്രഹിച്ചിട്ടില്ല. അല്ലെങ്കിൽ നേതൃസ്ഥാനം ആഗ്രഹിക്കാൻ പാടില്ല, അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യമല്ല, വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷെ അന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ്. കാരണം ഈ വലിയ പദവി കിട്ടുന്ന കാര്യമാണ്. ആർക്കാണ് കിട്ടിയത് അറിയുമോ? ആർക്കാണ് ഈ പദവി കിട്ടിയത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനാണ് ഈ ഒരു പദവി കിട്ടിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ തൻ്റെ എല്ലാ സഹോദരങ്ങളെക്കാളും എനിക്കിത് നൽകണം എന്നുള്ളത് ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടു. അത് പരസ്പരമുള്ള മത്സരമാണ്, ഖൈറിലേക്കുള്ള മത്സരമാണ്.
പക്ഷെ അതോടൊപ്പം തന്നെ അവരുടെ എല്ലാം ഹൃദയത്തിൽ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖും ഖൈറുകൾ ചെയ്യാനുള്ള കഴിവുമൊക്കെ നൽകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമാണ്. ഈ 5-ാമത്തെയും 6-ാമത്തെയും പദവിയിലുള്ള കാര്യമാണ് മസ്അലത്തുൽ ഈസാർ. തനിക്ക് കുറവുണ്ടായിട്ട് മറ്റുള്ളവർക്ക് അള്ളാഹു നൽകണമെന്ന് ആഗ്രഹിക്കുക. അതുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാം. ഈ ഹദീസിലുള്ള ചില ഫായിദകളാണ് ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില ഫായിദകൾ. അപ്പോൾ ആ വിഷയം അവിടെ പറയാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു ഖൈർ വരുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഹദീസിലുള്ള ചില ഫായിദകൾ പറയാം. 1-ാമത്തെ ഫായിദ പണ്ഡിതന്മാർ പറഞ്ഞു, അന്നൽ ഈമാന യസീദു വയൻഖുസ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്തു. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. എന്താണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം? ഇത് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഈമാനിന്റെ നിർവചനം പറയുമ്പോൾ പറയാറുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഖൽബ് കൊണ്ടുള്ള വിശ്വാസം അതിലുണ്ട്. വ നുത്ഖും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയലും അതിലുണ്ട്. വ അമലും ബിൽ ജവാരിഹ്, നമ്മൾ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഈമാനിൽ പെടുന്നതാണ്. കാരണം അഹ്ലുസുന്നത്തിൽ നിന്ന് തെറ്റിപ്പോയ പിഴച്ച വിശ്വാസമുള്ള ആളുകളുടെ അഖീദയാണ്, അവരുടെ വിശ്വാസമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിൽ മാത്രമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിൽ മാത്രമാണ്. അതാണ് അറിയാതെ പലരും സാധാരണക്കാരായ ആളുകൾ പറഞ്ഞു പോകാറുണ്ട്, വിശ്വാസം ഉള്ളിലല്ലേ. വിശ്വാസം നമ്മൾ അങ്ങനെ നോക്കേണ്ടതുണ്ട്. ഒരാൾ ബാഹ്യമായി എന്ത് തന്നെ തെറ്റ് ചെയ്താലും നമ്മൾ പറയും ഈമാനൊക്കെ ഉള്ളിലല്ലേ, അവനപ്പോൾ ഈമാൻ കുറവാണെന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് പറയും അല്ലേ. ഒരാൾ താടി പഠിച്ച് അങ്ങനെ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ നിന്നൊക്കെ എതിരായിട്ടൊക്കെ പ്രവർത്തിച്ച് നമ്മൾ പറഞ്ഞാൽ ചെയ്യരുത്. അപ്പം നമ്മളെന്തിനാണ് നോക്കണം ഈമാൻ ഉള്ളിൽ അല്ല. നമ്മൾ ഈമാൻ ഉള്ളിലുണ്ട് എങ്കിൽ അത് പുറത്ത് പ്രതിഫലിക്കുന്നതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം ഹൃദയത്തിൽ വിശ്വാസമല്ല. ശരിയാണ്, അടിസ്ഥാനം ഹൃദയത്തിൽ വിശ്വാസമാണ്. പക്ഷേ നിസ്കാരത്തെ അല്ലാഹു തആല ഈമാൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വസിച്ചിട്ട് അങ്ങാണ്ട് ഇരിക്കലാണോ? ലോഹറിന്റെ ബാങ്ക് കൊടുത്തു നിസ്കരിച്ചു കൽബിൽ വിശ്വസിക്കലാണോ? അല്ല. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം, വുളു എടുക്കണം, നടക്കണം, കൈകാലുകൾ കൊണ്ട് ചെയ്യണം, ചൊല്ലണം. ഇതിനെല്ലാം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ് വമാ കാന അല്ലാഹു ലിയുദീഅ ഈമാനക്കും. എപ്പോഴാണ് ഇത് പറഞ്ഞത്? ബൈത്തുൽ മഖ്ദിസിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബ്ലയെ നേരെ ഇങ്ങോട്ടേക്ക് മാറ്റി, കാബയിലേക്ക് മാറ്റി. അപ്പോൾ യഹൂദികൾ അന്ന് പരിഹസിച്ചു, നിങ്ങളുടെ കിബിലൊക്കെ മാറി. അപ്പോൾ കിബില നിസ്കാരത്തിന് നിബന്ധനയാണ്, അവർക്കുണ്ടല്ലോ നിസ്കാരം. അപ്പോൾ നിങ്ങളുടെ ആദ്യ നിസ്കാരം നിങ്ങൾക്ക് പാഴായി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിസ്കാരം പാഴായി എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി വമാക്കാൻ അല്ലാഹു ലിയുദീഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ അപ്പോൾ നിങ്ങളുടെ നിസ്കാരം, അത് മുഫസ്സിർ വളരെ കൃത്യമായി പറഞ്ഞു, നിസ്കാരമാണത്, അല്ലാഹു പാഴാക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാകാം വിശ്വാസം എന്ന് പറഞ്ഞാൽ കേവലം കൽബിലുള്ള എന്തല്ല, ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം കൽബിലുള്ള വിശ്വാസമല്ല, മറിച്ച് അത് ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, നാവ് കൊണ്ട് പറച്ചിലുണ്ട്. കാരണം ഈമാനിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്. അൽ ഈമാൻ ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാൻ 70 പരം ശാഖകളുണ്ട്. അഫ്ളലുഹ, അതിൽ ഏറ്റവും മുന്തിയത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ പറയലാണ്, അത് ഈമാൻ എന്നാണ് പറഞ്ഞത്. അതിന് ഏറ്റവും താഴെ കടയിലുള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലുള്ള ഒരു തടസ്സം നീ എടുത്ത് നീക്കലാണ്, കൈകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനം, അതിന് ഈമാൻ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ലജ്ജയുണ്ടല്ലോ അത് ഈമാനിൽപ്പെട്ടതാണ്. അപ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം പറഞ്ഞു, കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം പറഞ്ഞു, നാവ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം പറഞ്ഞു. ഇത് മൂന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനുശേഷം പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയ കാര്യമാണ് യസീദു ബിത്താഅ, പുണ്യങ്ങൾ ചെയ്ത ഈമാൻ വർദ്ധിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റമളാനിൽ എന്താ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നത്? വെറുതെ ഇങ്ങനെ റമളാൻ മാസമായിട്ട് വർദ്ധിക്കുകയാണ്. റമളാനിൽ എല്ലാവർക്കും വർദ്ധിക്കാറുണ്ടോ? വർദ്ധിക്കാത്ത ആൾക്കാർ എപ്പോഴും ഉണ്ട്. ആരാണ്? റമളാൻ വന്നാൽ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ, നോമ്പെടുക്കാത്ത ആൾക്കാരുണ്ട്, ദിക്ർ വല്ലാത്ത ആൾക്കാരുണ്ട്, ഖുർആൻ ഓതാത്ത ആൾക്കാരുണ്ട്. അവർക്ക് അവിടെ ഈമാൻ വർദ്ധിക്കാം. റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്ത വലിയ ഔദാര്യം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വലിയൊരു വലിയൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കി തന്നു. നല്ല താല്പര്യമുണ്ടാക്കുന്ന ഒരു മാസം ഉണ്ടാക്കി. പിന്നീട് നമ്മൾ ഈമാൻ വർദ്ധിക്കുന്നത് എങ്ങനെ? സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാണ്. ഫർളും പുറമെ ഒരുപാട് സുന്നത്ത് നമ്മൾ ചെയ്ത് ദിക്ർ ഖുർആനൊക്കെ വർദ്ധിച്ച് ഈമാൻ വർദ്ധിക്കാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം യസീദ് ബിത്താഅ. അതേപോലെ വയൻഖുസു ബിൽ മഅസിയ, മഅസിയത്ത് കൊണ്ട് ഈമാൻ കുറഞ്ഞു പോകും. മഅസിയത്ത് തിന്മകളിൽ ഒരാൾ ഏർപ്പെട്ടാൽ ഈമാൻ കുറഞ്ഞു പോകും. അല്ലെ, തിന്മകളിൽ മുഴുകിയ ആൾക്കാരെ നിസ്കാരം ശരിയാവുകയില്ല, നിസ്കാരത്തിൽ ചിന്തയില്ല, ശ്രദ്ധയില്ല, ഖുർആൻ പാരായണമില്ല, ദിക്റില്ല, ഈമാൻ കുറയുന്നത് കൊണ്ടാണ് അറിയപ്പെടുന്ന കാര്യം. അപ്പോൾ അത് ഈ ഹദീസിൽ നിന്നും പാഠമുണ്ട്. കാരണം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈമാൻ പൂർണ്ണമായതുണ്ട്, പൂർണ്ണമാകാത്തതുണ്ട്, അതിൻ്റെ താഴെക്കടയിലുള്ളത് ആ രൂപത്തിലുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും വളരെ വ്യക്തമാണ്. അതുപോലെ അമലുകൾ ഈമാനിൽപ്പെട്ടതാണ് എന്നും ഈ ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം ഹുബ് എന്ന് പറയുന്നത് ഒരു അമലാണ്. കാരണം ഹുബ് സ്നേഹം എന്ന് പറഞ്ഞാൽ വെറുതെ മനസ്സിൽ വെക്കുന്ന കാര്യമില്ല, അതിനെക്കൊണ്ട് ചില അമലുകളുണ്ട്.
ഹബ്ബ്, സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, അപ്പോൾ അമലുകൾ ഈമാനിൽ പെട്ടതാണ് എന്നുള്ളത് ഈ ഹദീസിൽ കിട്ടും. മൂന്നാമത്തെ ഫായിദ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അന്ന ഹുബ്ബൽ മുസ്ലിമി ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി വാജിബുൻ ഫിൽ ജുംല. തൻ്റെ സഹോദരന് വേണ്ടി താൻ ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെടുക എന്നുള്ളത് വാജിബുൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ പണ്ഡിതന്മാരൊരു വാക്ക് പറഞ്ഞു ഫിൽ ജുംല, മൊത്തത്തിൽ എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ ചില തഫ്സീലാത്തുകൾ, വിശദീകരണം അതിലുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം തനിക്കിഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ഖൈർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ദീനിയായ ഖൈർ, മറ്റൊന്ന് ദുന്യവിയായ ഖൈർ. ഇവിടെ ദീനിയായ ഖൈർ, ദീനിലുള്ള നന്മ, തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വാജിബാണ്. ദീനിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, ഞാൻ നന്നായി നിസ്കരിക്കാനും നോമ്പെടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എങ്കിൽ തൻ്റെ സഹോദരന് വേണ്ടി അത് നീ ഇഷ്ടപ്പെടണം. നീ ഇഷ്ടപ്പെടുന്ന ഖൈർ തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടണം. നീ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, നിന്റെ സഹോദരനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നീ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. നീ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, നിന്റെ സഹോദരങ്ങളെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് നിന്റെ മനസ്സിൽ ഇഷ്ടപ്പെടണം. അങ്ങനത്തെ മനസ്സ് വേണം. അവനൊക്കെ നരകത്തിൽപ്പെട്ടു, അവനൊക്കെ പഴച്ചു പോട്ടെ, അവനൊക്കെ നശിച്ചു പോകട്ടെ. ഈ ചിന്ത ഹറാമായ ചിന്തയാണ്, നിഷിദ്ധമായ ചിന്തയാണ്. കാരണം ഇതൊക്കെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ദുന്യവിയായ ഖൈറുകൾ പണ്ഡിതന്മാർ പറഞ്ഞു, അവർ ഒരുപാട് തഹ്ഖീഖ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ദുന്യവിയായ ഖൈറുകളാണെങ്കിൽ നിനക്ക് ഉണ്ടാകുന്ന ദുനിയാവ് അവനും ഉണ്ടാകട്ടെ എന്ന് നീ ആഗ്രഹിക്കൽ വാജിബാകുന്നില്ല, മുസ്തഹബാണ്. അപ്പോൾ നിനക്ക് ഒരുപാട് കുട്ടികളുണ്ട്, 10 കുട്ടികളുണ്ട്, വലിയ ഖൈറാണ്. അവനും 10 കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് മുസ്തഹബാണ്. അതിനേക്കാളും കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് മുസ്തഹബാണ്. പക്ഷേ അവൻ അത്ര ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത്, അത്ര ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല, മനസ്സിൽ അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അത് എന്തല്ല, ഹറാമല്ല. കാരണം അവനൊരു മുസ്തഹബായ കാര്യം ഒഴിവാക്കിയിട്ടുള്ളൂ. പക്ഷെ എന്നെ എതിര് ചെയ്യാൻ പാടില്ല, അവൻ ഉണ്ടാകരുത് എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? എനിക്ക് മാസത്തിൽ 1 ലക്ഷം റുപ്യ സമ്പാദ്യം വരുന്നുണ്ട്, അത് ദുനിയവിയായ ഒരു കാര്യമല്ലേ? ആണ്. നിന്റെ സഹോദരനും 1 ലക്ഷം റുപ്യ ഉണ്ടാകണമെന്ന് ചിന്തിക്കൽ, ആഗ്രഹിക്കൽ, അതെന്താണ്? മുസ്തഹബായ കാര്യമാണ്, വാജിബല്ല. കാരണം ദീൻ്റെ കാര്യമല്ല. പക്ഷേ നീ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, അവനെക്കുറിച്ച് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് നിനക്ക് കുറ്റാവുന്നില്ല. പക്ഷെ നീ അവന് കിട്ടരുതെന്ന് ചിന്തിച്ചാലോ അത് മാറി, അത് വിഷയം മാറി, അത് നിഷിദ്ധത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദുനിയാവിൻ്റെ വിഷയത്തിൽ അവന് നിന്നെപ്പോലെ ഉണ്ടാകണം. നിനക്ക് നല്ല കാറുണ്ട്, അവന് നല്ല കാർ ഉണ്ടാക്കണം, അത് മുസ്തഹബാണ്, വാജിബാകുന്നില്ല. നിനക്ക് നല്ല വീടുണ്ട്, അവന് നല്ല വീടുണ്ടാകണം എന്ന് ആഗ്രഹിക്കൽ വാജിബാകുന്നില്ല, അവനെന്താകുന്നു? മുസ്തഹബാകുന്നു. പക്ഷെ നേരെ എതിര് ചിന്തിക്കാൻ പാടില്ല. അവനൊരു മോശപ്പെട്ട കാർ മതി, അവൻ്റെ വീട് അത്ര വേണ്ട, അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചാൽ അത് വിഷയം മാറി എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലായി. അപ്പോൾ ദീനും ദുനിയാവും ഉണ്ട് ഖൈറുകൾ. ദീനിൻ്റെ ഖൈറുകൾ നിനക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ അവൻ ഇഷ്ടപ്പെടുന്നത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നേരത്തെ എല്ലാം ദീനിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നിനക്ക് ഇഷ്ടപ്പെടുന്നത് അവനും ഇഷ്ടപ്പെടൽ മുസ്തഹബാണ്, നിർബന്ധമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് മറ്റൊരു ഫായിദയാണ്, അവസാനത്തെ ഒരു ഫായിദയാണ്, അത് തതഅല്ലഖു ബിൽ ഈസാർ. ഈസാർ എന്ന് പറഞ്ഞാൽ ഹുവ തഖ്ദീമുൽ ഗൈരി അലൻ നഫ്സ്. തനിക്ക് ഉണ്ടാകുന്നതിനെ മറ്റൊരാൾക്ക് വേണ്ടി പ്രിഫർ ചെയ്യുക, മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. തനിക്ക് ഇല്ലെങ്കിലും മറ്റൊരാൾക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുക. ഇതിന് ചില വിശദീകരണങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, തനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തനിക്ക് കിട്ടാതെ മറ്റൊരാൾക്ക് കിട്ടണം എന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യം, തന്നെക്കാളും മറ്റവന് നീ ചാൻസ് കൊടുക്കും, അവന് കിട്ടട്ടെ, എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന കാര്യം, അത് ദുനിയാവിൻ്റെ കാര്യമാണ് എങ്കിൽ അത് സഹോദരങ്ങളെ മുസ്തഹബാണ്, വലിയ ഫദ്ലുള്ള കാര്യമാണ്. ദുനിയാവിൻ്റെ കാര്യമാണെങ്കിൽ മുസ്തഹബാണ്. ഇപ്പോൾ ഒരാൾ ആഗ്രഹിക്കുകയാണ്, ഒരാൾ എനിക്ക് ഒരു വലിയൊരു സമ്പാദ്യം തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണത് എനിക്ക് വേണ്ട, മറ്റവന് കൊടുത്തോട്ടോ, അവന് കുറേ കടങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ദുനിയാവിൻ്റെ ഒരു കാര്യം എനിക്ക് കിട്ടേണ്ടത് നമ്മൾ വേറൊരാൾക്ക് കിട്ടട്ടെ എന്നാഗ്രഹിച്ചാൽ അത് മുസ്തഹബായ കാര്യമാണ്. സ്വഹാബികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലേ, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വഹാബികൾ അവർ സ്വന്തമായി ദാരിദ്ര്യമുള്ള സമയത്ത് പോലും അവർ എന്ത് ചെയ്യാണ്? യുസിറൂന അലാ അൻഫുസിഹിം, തങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയാണ്, അവർക്ക് കിട്ടട്ടെ. അതാണ് അവരെപ്പോഴും ദുനിയവിയായ കാര്യങ്ങൾ എപ്പോഴും മറ്റുള്ളവന് കിട്ടട്ടെ എന്ന് ചിന്തിക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ താഅത്തുകൾ, പുണ്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സഹോദരങ്ങൾ, പുണ്യങ്ങൾ അള്ളാഹ്ക്കുള്ള ഇബാദത്തുകൾ ചെയ്യുന്ന കാര്യത്തിൽ, ഇബാദത്തുകൾ 2 രൂപത്തിലുണ്ടല്ലോ, വാജിബുണ്ട്, സുന്നത്തുണ്ട്. വാജിബായൊരു കാര്യമാണ് എങ്കിൽ തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റൊരാൾക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. ഇപ്പം നിനക്ക്
ഒരു യാത്രയിലാണ്, നിൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ട്, ഒരു കുപ്പി വെള്ളം നിൻ്റെ കയ്യിലുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് വുളു എടുക്കുക എന്നുള്ളത് എന്താണ്? നിർബന്ധമാണ്, വാജിബാണ്, സംശയമില്ല. വെള്ളം ഉണ്ടെങ്കിൽ തൈമം പറ്റൂല, ശരിയാവില്ല, തൈമം ശരിയാവില്ല. വെള്ളം ഉണ്ടെങ്കിൽ നിർബന്ധമായി വെള്ളം കൊണ്ട് വുളു എടുക്കണം. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാണ്, വേറൊരാളെ കണ്ടപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ വെള്ളം എടുത്തിട്ട് വുളു എടുത്തോളൂ എന്ന് പറഞ്ഞത് പാടില്ല. കാരണം മറ്റുള്ളവന് ഇഷ്ടപ്പെടുക, അല്ല വിശാലമായ ഹൃദയം എൻ്റെ വെള്ളത്തിന് കൊടുക്കുക എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം നിൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് നിനക്ക് വുളു കൊടുക്കുക നിനക്ക് വാജിബായ കാര്യമാണ്. അപ്പോൾ വാജിബായ ഒരു കാര്യം ഒരു പുണ്യമാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതാലോ, എൻ്റെ ഒരു പാക്കറ്റ് ഫുഡുണ്ട്, യാത്രയിൽ നല്ല ഭക്ഷണമുണ്ട്, വീട്ടിൽ നിന്ന് തന്നിരുന്നു, മറ്റവന് ഇല്ല. അപ്പോൾ ഞാൻ വിശന്നാലും സാരില്ല, അവൻ കൊടുത്തോട്ടെ. സഹാബികൾ ചെയ്തതുപോലെ ഓരോ കാര്യം ഹസ്വാസ, എനിക്ക് ദാരിദ്ര്യം ഉണ്ടായാലും കുഴപ്പമില്ല, ഓനുണ്ടാകട്ടെ, മുസ്തഹബായ കാര്യമാണ്, നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് നിർബന്ധമായ ദീനിൽ പാലിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓന് വെള്ളം കൊടുക്കാൻ പാടില്ല. നമ്മൾ ആ വെള്ളം എടുത്തിട്ട് ഊത് കൊടുക്കും. ഓൻ്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓന് വെള്ളം ഇല്ലെങ്കിൽ ഓനിക്ക് തയമ്മുമുണ്ട്, അവന് വെള്ളമില്ലെങ്കിൽ അള്ളാഹു അവന് തയമ്മും അനുവദിച്ചിട്ടുണ്ട്, നീ കൊടുക്കേണ്ടതില്ല. ഇത് നിനക്ക് ബാധ്യതയുള്ള കാര്യമാണ്. അത് പണ്ഡിതന്മാർ നിൻ്റെ ഉപ്പയാണെങ്കിലും ശരി, വാജിബായ കാര്യമാണ്. ഉപ്പുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഉപ്പുണ്ട്, എൻ്റെ വീട് ഇപ്പുറത്താണ്. എൻ്റെ വീട്ടിൽ ഒരു കപ്പ് വെള്ളമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുത്ത് ഉപ്പ് ഒതു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഒതു കൊടുക്കും. രണ്ടിലൊരാൾക്ക് ഒതു കൊടുക്കാൻ പറ്റുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞു നീ തന്നെ അത് വെച്ച് ഒതു കൊടുക്കണം. കാരണം വാജിബായ കാര്യം അത് പുണ്യമാണെങ്കിൽ പുണ്യമുള്ളത്, താഅത്തുകളിൽ വാജിബായ കാര്യം മറ്റൊരാൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യാൻ പാടില്ല? പ്രിഫർ ചെയ്യാൻ പാടില്ല. എന്നാൽ മുസ്തഹബായ കാര്യം ശ്രദ്ധിക്കുക, താഅത്തുകളിൽ മുസ്തഹബായ കാര്യമുണ്ട്. അതിന് പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞാണ്, ഒന്നാമത്തെ സഫ്, ഈ സഫിൽ നിൽക്കുക എന്നുള്ള വാജിബാണ് അല്ല, മുസ്തഹബായ കാര്യമാണ്. മുസ്തഹബായ കാര്യമാണ്. ഇവിടെ ഒരു ഉദാഹരണം പറയാറുള്ളത്, നീ ഒരിക്കൽ ഒന്നാമത്തെ സഫിലിരിക്കുന്ന സമയത്ത് നിൻ്റെ ഉപ്പ വന്നു, ഉപ്പ വന്നിട്ട് പുറകത്തെ സഫിൽ നിൽക്കുന്നതുണ്ടു, നിൻ്റെ ഉപ്പ പുറകത്തെ സഫിൽ നിൽക്കുന്നതുണ്ടു. നിനക്ക് എന്ത് ചെയ്യാം? ഉപ്പാനോടുള്ള ബിർറ് കാരണത്താൽ, പുണ്യം ചെയ്യണം എന്ന കാരണത്താൽ ഉപ്പ ഇവിടെ നിന്നു എന്ന് പറഞ്ഞിട്ട് നിനക്ക് പുറകിൽ പോയി നിൽക്കാം. അത് ഉപ്പാനോടുള്ള ആദരവാണ്, പുണ്യമാണ്. ഇവിടെ മുസ്തഹബായ കാര്യത്തിന് നല്ലൊരു മസ്ലഹത്തിന് വേണ്ടി മറ്റൊരാൾക്ക് തിരഞ്ഞെടുത്ത് കൊടുത്താൽ അത് വലിയ അഫ്ളലാണ്. കാരണം ഉപ്പാനോടുള്ള ബിർറ് എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം ഇത് വാജിബല്ല, ഈ ഒന്നാമത്തെ സഫിൽ നിൽക്കുക എന്നുള്ളത് വാജിബല്ല. അപ്പോൾ ഉപ്പാനെ കണ്ടപ്പോൾ നീ അയാൾക്ക് സ്ഥാനം കൊടുത്തു, അല്ലെങ്കിൽ നിന്നെ പഠിപ്പിച്ച ഉസ്താദ്, വലിയ ഷെയ്ഖ്, വലിയൊരു പണ്ഡിതനെ കണ്ടു, അപ്പോൾ അയാൾ രണ്ടാമത്തെ സഫിൽ വന്നിങ്ങനെ നിൽക്കാൻ, അപ്പോൾ അയാളുള്ള സ്നേഹം കാരണത്താൽ, അയാളോടുള്ള ആദരവ് കാരണത്താൽ അയാളെ പിടിച്ച് ഇങ്ങോട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പോയി രണ്ടാമത്തെ സഫിൽ നിന്നാൽ അത് അഫ്ളലായ കാര്യമാണ്, നല്ല കാര്യമാണ്. അഥവാ നമ്മൾ പറഞ്ഞതിന് ചുരുക്കം മുസ്തഹബായ കാര്യമാണ് എങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രിഫർ ചെയ്യാം, വാജിബിന് പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് നമുക്കൊരു കാര്യം കിട്ടാതെ മറ്റൊരാൾക്കത് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ദുന്യവ്യായ കാര്യമാണ് എങ്കിൽ അങ്ങനെ ആഗ്രഹിക്കൽ മുസ്തഹബാണ്. ഉദാഹരണം നമ്മൾ പറഞ്ഞു, നമുക്കൊരു വെള്ളം കിട്ടുന്നു, നമുക്കൊരു ഭക്ഷണം കിട്ടുന്നു, അപ്പോൾ തൊട്ടടുത്ത് വിശക്കുന്ന ദാഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവന് കിട്ടട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചാൽ അത് മുസ്തഹബായ കാര്യമാണ്. അങ്ങനെ ആഗ്രഹിക്കാതെ നമ്മൾ കുടിച്ചു എന്നുള്ളത് നമുക്ക് കുറ്റമൊന്നും കിട്ടുന്നില്ല. അപ്പം നമുക്കും വിശക്കുന്നുണ്ട്, അപ്പം നമ്മുടെ അടുത്ത് നമ്മളത് തിന്നു, അതിന് നമ്മൾ കുറ്റക്കാരല്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ മറ്റൊരാളെ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ, പുണ്യവ്യായ കാര്യമാണ് എങ്കിൽ അത് മുസ്തഹബായ കാര്യമാണ്. എന്നാൽ ദീനിൻ്റെ കാര്യം വരുമ്പോൾ, ദീനിൻ്റെ കാര്യം നമുക്ക് നിർബന്ധമായി റബ്ബിനോട് ചെയ്യേണ്ട ബാധ്യതയുണ്ട്, നിർബന്ധമല്ലാത്ത നമുക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള മുസ്തഹബായ കാര്യമുണ്ട്. അവിടെ നിർബന്ധമായ കാര്യമാണെങ്കിൽ എത്ര വലിയ ബന്ധമുള്ള ആളാണെങ്കിലും ശരി, നമ്മൾ നിർബന്ധമായ കാര്യം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അത് നമ്മൾ നിർബന്ധമായി നമ്മളും റബ്ബുമായിട്ടുള്ള ബാധ്യതയാണ്, അത് നമ്മൾ ചെയ്യണം. വുളു കൊടുക്കേണ്ട ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മുസ്തഹബായ കാര്യമാണ് എങ്കിൽ വലിയൊരു മസ്ലഹത്തുണ്ട് എങ്കിൽ, ഇപ്പോൾ ഇത് ഉപ്പയാണ്, നേരത്തെ വന്നത് പുറകിൽ വന്നത് ഉപ്പയാണ്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ നിന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദാണ്, വലിയ പണ്ഡിതനാണ്, അവിടെ ഒരു വലിയ മസ്ലഹത്തുണ്ട് അവരെ പരിഗണിക്കുക എന്നുള്ളതിൽ. അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് ഒരു മുസ്തഹബായ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കിയിട്ട് നമ്മൾ പുറകിലേക്ക് പോയാലും പണ്ഡിതന്മാർ പറയുന്നത് എന്താണത്? അത് പണ്ഡിതന്മാർ പറയാറുള്ളത് മിൻ ഫദ്ലിൻ ഇല അഫ്ളൽ, ഫദ്ലുള്ളൊരു കാര്യത്തിൽ നീ അഫ്ളലായ കാര്യത്തിലേക്ക് തന്നെയാണ് പോയത്. കാരണം ഉപ്പാനെ പരിഗണിക്കുക, ഒരു വലിയ പണ്ഡിതനെ പരിഗണിക്കുക എന്ന് പറയുന്നത് വലിയ ഫദ്ലുള്ള കാര്യമാണ്. അതുകൊണ്ട് നിനക്കൊരു കുറവ് വരുന്നില്ല എന്നാണ്. എന്നാൽ ഇങ്ങനെയുള്ള മുസ്തഹബായ കാര്യത്തിൽ വലിയൊരു മസ്ലഹത്തില്ലെങ്കിൽ മറ്റൊരാളെ നീ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്. ഏതുപോലെ? നീ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നു, നിന്നെപ്പോലെ വേറൊരു സാധാരണക്കാരനായ ഒരാളെ നീ രണ്ടാമത്തെ സഫിൽ കാണുന്നു, എൻ്റെ വാപ്പയല്ല, വലിയ സ്ഥാനമുള്ള ആളല്ല, വലിയ പണ്ഡിതനൊന്നല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് നീ അയാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കറാഹത്താണ്, ഹറാമൊന്നുമല്ല, പക്ഷെ കറാഹത്താണ്. എന്തുകൊണ്ട്? നീയും അയാളെപ്പോലെ വലിയ പ്രതിഫലം നേടാൻ ബാധ്യസ്ഥനായിട്ടുള്ള, വലിയ പ്രതിഫലം കിട്ടാനുള്ള ആൾ തന്നെയാണ്. നിനക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബന്ധമുള്ള, നിനക്ക് വലിയ ബന്ധമുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നീ അത്തരം സാഹചര്യങ്ങളിൽ നിന്റെ ആ സഫ് ഒഴിവാക്കിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് എന്തല്ല?
അത് ബുദ്ധിയല്ല, അത് കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സഹോദരങ്ങളെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഫായിദകൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത് നമ്മൾ പറഞ്ഞ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറയുമ്പോൾ നീ വിശ്വാസിയാവുകയില്ല എന്ന് പറയുമ്പോൾ നീ കാഫിറായി പോയി, നിന്റെ ഈമാൻ പോയി എന്നല്ല, മറിച്ച് ഈമാൻ്റെ അസ്ൽ അവിടെ ഉണ്ടാകും. അതിൻ്റെ നിർബന്ധമായ പൂർത്തീകരണം നമ്മൾ പറയാൻ കാരണം എന്താണ്? കാരണം മുസ്തഹബായ പൂർത്തീകരണമാണ് ഒരാൾക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ അതിൻ്റെ മുസ്തഹബായ പൂർത്തീകരണമാണ് എങ്കിൽ അയാൾക്ക് കുറ്റമൊന്നും കിട്ടൂല. ഇത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്ന കാര്യം നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് ബാധ്യതയുള്ള നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ടാണ് ലാ യുഅ്മിനു അഹദുക്കും എന്ന് വളരെ കൃത്യമായി പറഞ്ഞത്. അവൻ്റെ നിർബന്ധമായ പൂർത്തീകരണം അവൻ നഷ്ടപ്പെടുത്തുകയാണ്. ഒരു വാജിബായ കാര്യം അവൻ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ വാജിബായ കാര്യം എന്താണ്? നിനക്ക് ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യമാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ 6 പദവികൾ പറഞ്ഞു. 4 പദവികൾ നമുക്ക് പാടില്ലാത്തതാണ്. 5ാമത്തെ പദവി വാജിബായ എല്ലാവരും ചെയ്യേണ്ട പദവിയാണ്. നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനെ ഇഷ്ടപ്പെടുക. പക്ഷെ 6ാമത്തെ ഒരു പദവി ഉണ്ട്, നീ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവൻ ഇഷ്ടപ്പെടുക. പക്ഷേ ഈ 5ഉം 6ഉം പദവിയിൽ നിൽക്കുന്നവരും നന്മക്ക് വേണ്ടി മറ്റുള്ളവരോട് മത്സരിക്കുക എന്നുള്ള കാര്യം ഉപേക്ഷിക്കാൻ പാടില്ല. സഹാബികളൊക്കെ ചെയ്തപോലെ നന്മക്ക് വേണ്ടി എപ്പോഴും എല്ലാവരെക്കാളും മുന്നിൽ ഞാൻ ഉണ്ടാകണമെന്ന് നന്മക്ക് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് അവൻ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. പിന്നീട് നമ്മൾ ഈ പറയുന്ന വാജിബായ ഖൈർ, അതേപോലെ തന്നെ ദുന്യവിയായ ഖൈറൊക്കെ നമ്മൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആ രൂപത്തിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടുന്ന നല്ല മനസ്സുള്ള ആളുകളിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയങ്ങളിൽ നിന്നും എല്ലാ രൂപത്തിലുള്ള കറകളും വിദ്വേഷവും പകയും അതുപോലെ തന്നെ അസൂയയും അങ്ങനെ തൻ്റെ സഹോദരനോട് വെറുപ്പും ഇങ്ങനെയുള്ള എല്ലാ രൂപത്തിലുള്ള ഹറാമുകളും എല്ലാ രൂപത്തിലുള്ള നിഷിദ്ധങ്ങളും അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും തുടച്ചു നീക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.